ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു തേർഡ് ഡേ ഓഫ് വെയിറ്റ് ലോസ് ചലഞ്ച്. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്. രാവിലെ ഞാൻ വെയിറ്റ് നോക്കുമ്പോൾ ഇന്നത്തെ വെയിറ്റ് 62. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, ഇതെങ്ങനെ വെയിറ്റ് കുറച്ചേ കൂടിയുള്ളൂ, പക്ഷേ എങ്ങനെ കൂടിയെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മൾ ഇന്നലെ മറ്റേ പ്രോട്ടീൻ ബാർ കിട്ടിയിട്ട്, പ്രോട്ടീൻ ബാർ അല്ല, ഓട്സ് ബാർ, ഒരു ഓട്സ് ബാറും ഒരെണ്ണം വാനില ബാറും. അപ്പോൾ അത് ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചത്, പക്ഷേ അതിൽ ഷുഗർ കണ്ടൻറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് എന്തായാലും 62-ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെറുതായിട്ടൊന്ന് വെയിറ്റ് കൂടി, അപ്പം നാളെ അതൊന്ന് പിടിക്കണം. എല്ലാ ഓട്സ് ബാറും ഹെൽത്തി അല്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ബ്രാൻഡ്. ഡെക്കാത്തളിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ എനിക്കത് വെയിറ്റ് ഗെയിൻ ആയിട്ട് പെട്ടെന്നൊന്നും വെയിറ്റ് കയറുകളൊന്നും തോന്നിയിട്ടില്ല. ബട്ട് ഇത് നമ്മൾ കുറയ്ക്കും, ബിക്കോസ് 55 ആണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ വാമപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ബൈസെപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഹാമറിലായിരുന്നു. 20, 15, 12 റെപ്സിലായിരുന്നു ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് കേബിൾ കേൾസ് ആയിരുന്നു. 15, 12, 10 റെപ്സിലായിരുന്നു നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കണം, വെള്ളം കുടിക്കണം, കാറ്റ് കൊള്ളണം. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെയ്യണം. ഇനി നമ്മൾ തേർഡ് വർക്കൗട്ടായിട്ട് ചെയ്യുന്നത് വൈഡ് ഗ്രിപ്പ് ബാർബൽ സ്കേൾസ് ആയിരുന്നു. 15, 12, 10 റെപ്സിലായിരുന്നു നമ്മളത് ചെയ്തത്. പിന്നെ മെഷീൻ ബൈസെപ്സ് കേൾസ് ആണ് ചെയ്തത്. എനിക്ക് ഈ ഒരു മെഷീൻ്റെ ഒന്നും പേര് എല്ലാം കാണാമെന്ന് അറിയത്തില്ല. ഒരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ അത് അതിൻ്റെ വൃത്തിക്കായിട്ട് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് പറയുന്നത്. എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ 30, 12, 10 റെപ്സിലാണ് ചെയ്തത്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ റിസ്റ്റ് കേൾസ് ആണ് ചെയ്തത്. നമ്മളിത് 4 ആംസിനാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെയിൻ വരുന്ന പോലെയാണ് ചെയ്യുന്നത്. 50, 40, 30 എന്നുള്ളതായിരുന്നു അന്നത്തെ റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ബാക്കിനായിരുന്നു ചെയ്തത്. സോ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അന്നത്തെ ഒരു ഡേ ഫുള്ളായിട്ട് ഞാൻ ഇത്ര സ്റ്റെപ്സ് ആണ് കവർ ചെയ്തത്. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാനൊരു ഹാഫ് ഗോതമ്പ് കൂട്ടും പിന്നെ ഒരു ഉള്ളിക്കറിയും കാപ്പിയാണ് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് ചോറും ക്യാബേജ് തോരനായിരുന്നു. നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ഒന്നും ഇല്ലായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരു റോബസ്റ്റ പഴം കഴിച്ചു. നൈറ്റ് ഞാൻ മധുരക്കിഴങ്ങാണ് കഴിച്ചത്. നമ്മൾ ചോറ് വിട്ടിട്ട് മധുരക്കിഴങ്ങിലേക്ക് അങ്ങോട്ട് പോയി. കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് നമുക്ക് തോന്നും. മധുരക്കിഴങ്ങ് കഴിച്ചിട്ടാണ് ഡേ അവസാനിപ്പിച്ചത്. മടി പിടിച്ചങ്ങ് ഇരിക്കുക, വേഗം തുടങ്ങും. സോ സ്റ്റേ ട്യൂൺ ഫോർ ഡേ 4.